Hi friends, welcome to Lino's Kitchen. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ താങ്ക് യു അനു ചേച്ചി. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചെമ്മീനും കോവയ്ക്കയും കൂടെ ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിൽ 1 കിലോ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3-4 പച്ചമുളക് ഒന്ന് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം കൊടംപുളി ഇത് ഞാനൊന്ന് കീറി ഇട്ട് കൊടുക്കുവാണ്. അതിന്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്താണ് ഇതിന്റെ സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഈ ചെമ്മീൻ വേവിക്കാനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ. എന്നിട്ട് നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് പകുതി വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് കോവയ്ക്കയും കൂടെ ഇട്ടിട്ട് ബാക്കി വേവിച്ചെടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചെമ്മീൻ പകുതി വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 250 അതായത് 1/4 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ ചെമ്മീനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. നിങ്ങൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. നമ്മുടെ കോവയ്ക്ക വേവാൻ മാത്രമുള്ള വെള്ളം ഓൾറെഡി ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോവയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോവയ്ക്കയും ചെമ്മീനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളമുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് പിന്നെ പറ്റിച്ചെടുക്കാം. അപ്പൊ വെന്തതിന് ശേഷം നമുക്ക് കടുക് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുക ഇത്. പിന്നെ ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് നന്നായിട്ട് മൂത്ത് വരണം ഇത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ ഓൾറെഡി പ്രോൺസ് വേവിച്ചപ്പോ ചെമ്മീൻ വേവിച്ചപ്പോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. പക്ഷെ ഞാൻ മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് ഇട്ടതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഇടുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ മസാല നമ്മുടെ പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇതിട്ടിട്ട് വഴറ്റിയെടുക്കാൻ. അപ്പൊ എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ചെമ്മീൻ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് ചെമ്മീൻ കൂട്ടിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്യാം. ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് പറ്റിച്ചെടുക്കാം, വെള്ളം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. പിന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല നാടൻ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ്. ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പൊ നമ്മുടെ കറിയിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. അത് നമുക്കൊന്ന് പറ്റിച്ച് ഇത് ഡ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പൊ ഡ്രൈ ആയി വരുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ അങ്ങനെ വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കളർ ഇത് ഇച്ചിരി ഒരു മഞ്ഞച്ചിരിക്കുമല്ലേ, നിങ്ങൾക്ക് ഒരു ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ചുകൂടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കോവയ്ക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വെറൈറ്റി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് കുറവായിരുന്നു ഇച്ചിരി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ കോവയ്ക്കയും തേങ്ങാക്കൊത്തും ചെമ്മീനും കൂടെ എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയാട്ടോ. എസ്പെഷ്യലി ആ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് ആണല്ലോ, അടിപൊളിയാ, സൂപ്പറാ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ നല്ലൊരു കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
അപ്പോൾ ഇനി വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.